കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു നുണ ബോംബ് തയ്യാറാക്കി അതിനൊരു തിരക്കഥയുണ്ടാക്കി നേതാക്കന്മാർ അഭിനയിച്ച ഈ തിരക്കഥയുടെ ആദ്യത്തെ സീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വികാര നിർഭരമായ സീനാണ് സീൻ നമ്പർ 1. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ. കണ്ടോ? ഹോ, നമ്മുടെ മനസ്സുരുകി പോകുന്ന ഒരു സീനായിപ്പോ അല്ലേ. അടുത്തതായി ഗൗരവകരമായ ഒരു സീനാണ് സീൻ നമ്പർ 2. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലതുഭാഗത്തുള്ള കഴുത്തിന് നേരിയ. ഈ വിഷ്വൽ ഇപ്പോ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ, വെള്ള ഷർട്ടിട്ട ഒരാൾ. അത് വളരെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. അപ്പൊ മന്ത്രിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണം നടന്നത്. കണ്ടല്ലോ, സീൻ നമ്പർ 3 ആണ് അടുത്ത് വരാൻ പോകുന്നത്. കോമഡി സീനാണ്, കണ്ടു നോക്കൂ. അങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് ഈ കാല് ഒക്കാലിനെ കൂടെ ഇരുന്നു.